ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. അപ്പം എൻ്റെ ഒരു വർഷത്തെ ഒരു ബിസി ലൈഫിന് ശേഷം ഞാനിപ്പോൾ നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന എൻ്റെ ആ ഒരു പദവിയിലോട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്തത്, എന്താണ് കാണാത്തത്. അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട് പണി ഇവിടെ നടക്കുകയാണ്, അപ്പോൾ ഞാൻ അതിൻ്റെതായ തിരക്കുകളാണ്. ജോർഡിനുണ്ട്, ജോൻ്റെ കാര്യങ്ങളുണ്ട്, അവൻ്റെ ഹോംവർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ വീട് പണിയുടെ നമുക്കറിയാം, ഒരു വീട് പണിയിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല തിരക്കായിരിക്കും. അപ്പം നമുക്കൊരു ഫ്രഷ് മൈൻഡ് ഉണ്ടാവില്ല നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തിരക്കായപ്പോഴത്തേക്കാണ് ഞാൻ വളരെ കുഞ്ഞു ഷോർട്ടും അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഒതുങ്ങിക്കൂടിയത് കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഹൗസ് വാമിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആയി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം വീഡിയോ എടുക്കുന്നതിലാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതിനാണെങ്കിലും സമയവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബാക്ക് ടു ലൈഫിലോട്ട്, നോർമൽ ലൈഫിലോട്ട് ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമ്മളെല്ലാവരും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ, നല്ല മെറ്റീരിയൽ ആയിരിക്കണം, കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ നല്ല ആപ്പുകളും ആയിരിക്കും. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആപ്പുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രൈ, ഹോപ്സ്കോച്ച് ഉണ്ട്, ആമസോൺ ഉണ്ട്, അങ്ങനെ ഓരോരോ ആപ്പുകളും കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് തരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഞാനായാൽ തന്നെ ഫസ്റ്റ് ക്രൈനെ, ഹോപ്സ്കോച്ചിനെയൊക്കെ നന്നായിട്ട് ഞാൻ അത് പർച്ചേസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ പലതും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു റീസെൻ്റായിട്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കണ്ടുമുട്ടി കേട്ടോ. മൈ ലിറ്റിൽ സ്റ്റോർ എന്നാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങി ശേഷമുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇവരെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അവിടെയുള്ള അമ്മമാരെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമുക്കുണ്ടാവും. ഇപ്പം എനിക്ക് നോർമലി ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് ക്രൈ എന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാലും കുറച്ച് റേറ്റ് കൂടുതലുള്ള പോലെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പേജ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടപ്പം എനിക്ക് കുറേ അഫോർഡബിൾ പ്രൈസിൽ കുറേ ഐറ്റംസ് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ഒരു 5 കോംബോ, ഒരു കോംബോ, അപ്പം അങ്ങനെ 5 കോംബോയ്ക്ക് 540 എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഓഫർ പോലെ ഞാനിങ്ങനെ കണ്ടപ്പം ഞാൻ വെറുതെ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പർച്ചേസ് എന്ന് വെച്ചാൽ എനിക്ക് ജോർഡിന് വേണ്ടിയിട്ട് ഇപ്പം ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ജോർഡിന് ഭയങ്കര വേർപ്പുണ്ട്, നല്ല ചൂടുള്ള ബോഡി, നമ്മൾ അന്തരീക്ഷം മൊത്തത്തിൽ ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോഡീനെ ചൂട് അധികം എടുക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും എനിക്ക് അവന് വാങ്ങണമെന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൻ്റെ സൈസൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് മാറ്റി വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ തപ്പുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓരോ ആപ്പുകളും കാര്യങ്ങളും നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഞാൻ തപ്പുന്നതിനിടയിലാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെയാണ് ഈ പേജ് എൻ്റെ മുമ്പിൽ വന്നത് എനിക്കറിയത്തില്ല, എങ്ങനെയോ വന്നു പെട്ടതാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ഞാൻ ഈ ഒരു 5 കോംബോ എന്ന് പറയുന്നത് ഈ പിക്ചർ ഞാൻ ആഡ് ചെയ്യാം. ഇവരുടെ അടുത്ത് ഇതൊരു സംഭവം ഞാൻ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത്രയും ഇമ്പ്രസ്ഡായി. നല്ല മെറ്റീരിയൽ. അപ്പം 5 കോംബോയ്ക്ക് 540 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല വേർത്താണ്. അത്രയും നല്ല മെറ്റീരിയലാണ്. ഒരു കോംബോ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ബനിയനും അതിൻ്റെ ഒരു ഷോർട്ട്സും ഉണ്ടാകും. ഇതാണ് ഒരു കോംബോ എന്ന് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ 5 ഐറ്റം ഉണ്ട്, 5 സെറ്റ് ഉണ്ട്. ആ 5 സെറ്റിനാണ് 540 രൂപ. ഞാൻ ലാർജാണ് സൈസ് വാങ്ങിക്കഴിഞ്ഞപ്പം അത് പക്ക, അവനിപ്പം ജൂണിൽ 2 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവനത് പക്ക ആവശ്യത്തിനുള്ള ലൂസും കാര്യങ്ങളും നല്ല ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്, നല്ല മെറ്റീരിയലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു പീസൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കൂടുതൽ വാങ്ങിയാൽ മതി പറയുള്ളൂ. ഇപ്പോൾ ഞാൻ ജോന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു സെറ്റ് ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇരിക്കുവാണ്. ഓക്കെ, പക്ഷേ അവർക്ക് വലിയ സൈസ് അധികം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചെറിയ സൈസുകൾ നന്നായിട്ടുണ്ട്, വലിയ സൈസുകൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നി. ഇനി കൂടുതൽ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഓരോ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ട് നമുക്ക് പോകാം. ഞാൻ എന്താണോ ഓർഡർ ചെയ്തത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, എന്താണ് കിട്ടിയെന്നുള്ളത് കാണിച്ചു തരാം. ജോഡ് വിട്ടിട്ടുള്ള ഒരു കുറച്ച് ക്ലിപ്സ് എന്നെ കൊണ്ട് പറ്റും പോലെയുള്ളത് ഞാൻ കാണിക്കാം. കാരണം അവനെ കൊണ്ടൊരു വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തരില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തിട്ട് വേണം അവൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഫോട്ടോസും വീഡിയോസും എനിക്ക് കിട്ടിയാൽ മാത്രം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും മാത്രം ഞാൻ കാണിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിലോട്ട് പോവാം.
അവരുടെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് കിട്ടത്തില്ലേ എന്ന് പറയുമ്പോഴായിരുന്നു. ഇതാട്ടോ അവരുടെ അഡ്രസ്സ്. നല്ല എല്ലാം തന്നെ നല്ല ഫോൾഡ് ചെയ്ത് ഈ ഒരു കവറിനകത്തായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് നല്ലൊരു അടിപൊളി ഒരു ചെക്ക് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ഗ്രിപ്പുള്ള കൂട്ടൊരു മെറ്റീരിയലാണ്. നമ്മൾ വാഷ് ചെയ്താൽ തന്നെ ഒന്നും കളറൊന്നും തന്നെ ഫേഡ് ഔട്ട് ആവത്തില്ല. ഇത് ലാർജാണ് സൈസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ജോർഡൻ ഇട്ടിട്ട് നല്ല കംഫർട്ടബിളും ആയിരുന്നു. അങ്ങനെ നല്ല മെറ്റീരിയൽ വരുന്നു കേട്ടോ. ഇത് അവരുടെ ആ ഒരു ഇതിനകത്തുണ്ട് സെക്കൻഡ് വണ്ണാണ്. പക്ഷെ ഇത് നമ്മുടെ ഫസ്റ്റത്തെ പോലത്തെ സെയിം മെറ്റീരിയൽ അല്ല. ഇത് കുറച്ച് എക്സ്പാൻഡ് ആവുന്നുണ്ട്. നമ്മളിങ്ങനെ അലക്കമൊക്കെ കല്ലിലൊക്കെ ഇട്ട് അലക്കമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഒരച്ചൊക്കെ കഴുകാൻ നോക്കുമ്പോൾ നന്നായിട്ട് എക്സ്പാൻഡ് ആവുന്നുണ്ട്. അപ്പം അതിൻ്റെ അത്രയും ഒരു ക്വാളിറ്റി ഈ ഒരു സെറ്റിനില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കളറൊന്നും തന്നെ പോകുന്നില്ല കേട്ടോ. ഒട്ടും കളറ് പോകുന്നില്ല. ഇട്ട് കഴിയുമ്പോഴാണെങ്കിൽ തന്നെ നല്ല ക്യൂട്ടാണ് കാണാൻ. ഇത് മൂന്നാമത്തത്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നല്ല തിക്നെസ് ഉണ്ട്. നമ്മളിങ്ങനെ എക്സ്പാൻഡ് ആവുന്നതോ അല്ലെങ്കിൽ കളർ പോകുന്നതോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മുടെ ഫസ്റ്റത്തെ റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ കളർ ചേഞ്ച്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. സെയിം മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് കളക്ഷനാണ് കേട്ടോ. ഇതും മറ്റതുപോലെ അത്ര നല്ല മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയില്ല. എക്സ്പാൻഡ് ആവുന്നുണ്ട്. ഭയങ്കര നൈസാണ്. അപ്പം പിള്ളേർ കുറേ നേരം ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ജോഡ് ഇട്ടതിൻ്റെ 1-2 ഡ്രസ്സ് ഇട്ടതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സ് ആട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇവനെ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരയും, അവൻ നിന്ന് തരത്തില്ല. എന്തൊക്കെയോ കാണിച്ചിട്ടാണ് ഞാനൊന്ന് ചെയ്തത് കേട്ടോ. ജോഡി നിങ്ങൾ കണ്ടില്ലേ, ലാർജ് സൈസ്. അവനിപ്പോൾ 2 വയസ്സ് ജൂണിലാകും. പക്ഷേ കറക്റ്റ് സൈസും കാര്യങ്ങളും വലിയ വണ്ണമുള്ള കുട്ടിയൊന്നുമല്ല, മെലിഞ്ഞിരിക്കുന്ന കുഞ്ഞ് തന്നെയാണ്. പക്ഷെ എന്നാലും കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.